Hi friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ കൂൺ തോരനാണ് ട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കൂൺ തോരൻ പോലെ അല്ല ട്ടോ ഇതിന്റെ ടേസ്റ്റ്. പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇത്. ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം അല്ലെങ്കിൽ കർഡ് റൈസിന്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. നല്ല കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇതൊരു നോൺ വെജ് രുചിയിൽ വേണമെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കൂൺ തോരനാണ്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. 200 അല്ലെങ്കിൽ 250 ഗ്രാം ആയാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം തന്നെ എടുക്കുക. മഷ്റൂം എപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് നല്ലത്. അതിങ്ങനെ ഫ്രിഡ്ജിൽ 3-4 ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാതിരിക്കുക കേട്ടോ. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടുക. ഇത് ഞാൻ പൊതുവെ ക്ലീൻ ചെയ്യാറ് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടുള്ള വെള്ളത്തിലൊന്ന് കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോഴും നല്ലതാണത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കളർ മാറും, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അത്രേ വേണ്ടൂ. ഇനി ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ട് 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണിനേക്കാൾ കുറവ് കടുക് പൊട്ടിക്കുക. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 1-2 പച്ചമുളക്, 1 പിടി കറിവേപ്പില കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, അധികം ചേർക്കരുത്, 1 ടേബിൾ സ്പൂൺ മതി. നൈസായിട്ട് അരിഞ്ഞ തേങ്ങ, അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. ഇതൊരുവിധം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ആ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പാകമാണ് വേണ്ടത് കേട്ടോ. ഇത്രയും ആക്കിയാൽ മതി, ഇതിൽ കൂടുതൽ വഴറ്റണ്ട, ഇത്ര കറക്റ്റാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. നമ്മൾ പച്ചമുളക് ചേർത്തതല്ലേ, അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് ചേർക്കണം. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കണം, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റണം. ആ പൊടികളുടെയൊക്കെ പച്ചച്ചുവ ഒന്ന് നന്നായിട്ട് മാറണം. അപ്പോൾ അത് ആ പൊടികളൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പെരിഞ്ജീരകം അതായത് വലിയ ജീരകം കേട്ടോ. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടൊന്ന് നന്നായിട്ട് ചതച്ച് പൊടിച്ചതാണത്. അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി, കുറേ നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഈ അരിഞ്ഞു വെച്ച കൂൺ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒട്ടും ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഈ ഉപ്പ് ചേർത്ത കാരണം മഷ്റൂമിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് ഈ മഷ്റൂം കറക്റ്റായിട്ട് വേവും. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി ഇത് അടച്ചു വയ്ക്കുക, ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഒരു 5-6 മിനിറ്റ് എടുക്കുള്ളൂ അത് വേവാൻ, അധിക സമയമൊന്നും എടുക്കില്ല. അപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വറ്റിച്ചെടുക്കാൻ അധികം വെള്ളമൊന്നും ബാക്കിയില്ല കേട്ടോ. ഒരു 1-2 സ്പൂണൊക്കെ വെള്ളമുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നാളികേരം ഞാൻ ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ്. നാളികേരം ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം, അതിൻ്റെ കൂടെ 2 ചുവന്നുള്ളിയും കൂടി ചതച്ചിട്ട് ചേർക്കുക കേട്ടോ. അരയ്ക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. സാധാരണ തോരന് ചതക്കില്ല അതുപോലെ തന്നെ. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കൂണൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിയതിൻ്റെ ശേഷം മാത്രം നാളികേരം ചേർക്കുക. അപ്പോൾ കൂൺ വെന്താൽ ചിലപ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം കുറച്ചൊന്ന് വറ്റിയതിൻ്റെ ശേഷം മാത്രമേ നാളികേരം ചേർക്കാവൂ കേട്ടോ. എന്നിട്ട് നാളികേരം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തോർത്തിയെടുക്കില്ലേ നമ്മൾ, നന്നായിട്ട് തോർത്തിയെടുക്കുക. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം. ആ ചുവന്നുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം, അത്രേ വേണ്ടൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു നോൺ വെജിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള നല്ലൊരു കൂൺ തോരനാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ തോന്നില്ല. അത്രയും ഇതൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്